figure, OABC is a trapezium, OC equal to 4 root 2, angle COA equal to 45 degree, coordinates of A is 6, 0. Figure കൊടുത്തിട്ടുണ്ട്. കാണാനുള്ളത് what is the perpendicular distance from C to OA, write the coordinates of B and C. ഇതാണ്. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ എക്സാമിന് നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫിഗർ ഒന്ന് പേപ്പറിലേക്ക് നമ്മൾ റഫായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കാണാനുണ്ട് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സിയിൽ നിന്ന് ഒ എയിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് അവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ലൈൻ ഒന്ന് ആദ്യം ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതേപോലെയുള്ള ഒരു ഫിഗറാണ്. ഇപ്പോൾ ഈ ഫിഗറിൽ ഞാനെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എയുടെ 6, 0 ആണ്. ഇവിടെ ഒ എന്ന് പറയുന്നത് ഒറിജിനാണ്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ കോർഡിനേറ്റ്സ് 0, 0 ആണ് വരുന്നത്. ഇതൊരു ട്രപ്പീസിയമാണ്, അതായത് ലംബകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഈ ഡിസ്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 45 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 45 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിയിൽ നമ്മളൊരു റേഷ്യോ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി വരികയാണെങ്കിൽ അതിൻ്റെ സൈഡ്സ് 1, 1, √2 എന്ന് പറയുന്ന നമ്പേഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ? ഈ അംശബന്ധത്തിലാണ് ഇത് ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഇവിടെ 90 ഡിഗ്രി ഇതാണ്. ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റായി കിടക്കുന്ന സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 4 √2 ആണ്. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം 4 √2. ഇനി നമുക്ക് 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എഴുതാൻ എളുപ്പമാണല്ലോ. ഇവിടെ 1, 1, 1 √2 ആണ് ഇതുള്ളത്. അപ്പോൾ ഇവിടെ 4 √2 ആണെങ്കിൽ നമുക്കിവിടെ എന്താ വരുന്നത്? ഇവിടെ 4 വരും, ഇവിടെയും 4 വരും. അപ്പോൾ നമുക്ക് ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റായി കിടക്കുന്ന സൈഡ്സ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 4 എന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റായി കിടക്കുന്നതും 4 തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനി അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയേ എന്നുള്ളതാണ്. അത് നമുക്ക് കിട്ടിയത് എത്രയാണ്? 4 ആണ് കിട്ടിയത്. അപ്പോൾ എയുടെ ആൻസർ നമുക്ക് കിട്ടി 4 എന്ന് കിട്ടി. 4 എന്ന് കിട്ടി. ഇനി നമുക്ക് കാണാനുള്ളത് ഈ ബിയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും അറിയണം, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിയുടെ കോർഡിനേറ്റ്സ് എഴുതാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ നമുക്കറിയാലോ 4 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും നമുക്കറിയാം 4 ആണ്. അപ്പോൾ സിയുടെ കോർഡിനേറ്റ്സ് എന്താ വരുന്നത്? 4, 4 എന്ന് വരും. ഇനി അതേപോലെ ഇനി നമുക്ക് ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ബിയുടെ കോർഡിനേറ്റ്സ് കാണാൻ എന്താ ചെയ്യുക? ഇവിടുന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാലോ 6 ആണ് അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് 6ഉം ഇവിടുന്ന് ഇങ്ങോട്ട് 4 തന്നെയാണ്. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ്സ് എന്താ വരുന്നത്? 6, 4. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. ഇനി ഇത് നിങ്ങൾ ബി എന്ന് പറഞ്ഞ് എഴുതുക. കോർഡിനേറ്റ്സ് ഓഫ് സി ഈസ് 4, 4 ആൻഡ് ബി ഈസ് 6, 4 എന്ന് എഴുതുക. Okay, it's an equilateral triangle A11 B71. What is the length of one side? What is the altitude of this triangle? Write the coordinates of C. Calculate the area of the triangle. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്കറിയാം ഇതിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. നമുക്കിവിടെ A11 B71 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കിയാൽ അറിയാം. കാരണം ഇതിൻ്റെ വൈ കോർഡിനേറ്റ് സെയിം ആണ്, എക്സ് കോർഡിനേറ്റിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ 1 മുതൽ 7 വരെ, അതായത് 7 - 1 ചെയ്ത് നോക്കിയാൽ മതി. 7 - 1 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമുക്ക് ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ് കിട്ടുന്നത് 6 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ 6 ആണ്. ഇനി ഓൾട്ടിറ്റ്യൂഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിലേക്ക് വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലർ ആണ്. നമുക്കറിയാം ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഇതേപോലെ ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യുമ്പോൾ അത് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള
ഈ ഭാഗത്തെ, അതായത് ഈ ലെങ്ത്ത്, ഈ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് നോക്കാം. കാരണം ഇത് ഇക്വിലേറ്റർ ട്രയാങ്കിൾ ആണ്. ഇക്വിലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 3 ആംഗിൾസും 60 ഡിഗ്രി വെച്ചിട്ടാണ് വരിക. ഇവിടെയും 60, ഇവിടെയും 60 ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ഓൾട്ടിറ്റ്യൂഡ് ഡ്രോ ചെയ്യുമ്പോൾ ആ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ സൈഡ്സ് 1√32 എന്ന് പറയുന്ന നമ്പേഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 6, ഇവിടെ 3 ആണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത്, അതായത് ഇവിടേക്ക് നമുക്ക് വേണമെങ്കിൽ എഴുതാം 90യുടെ ഓപ്പോസിറ്റ് നമുക്ക് 6 ആണ്. അപ്പോൾ ഇത് 60 ഡിഗ്രിയാണ്, ഇത് 30 ഡിഗ്രിയാണ്. ഇവിടെ 60 വരും, ഇവിടെ 30 വരും. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് 3 ആയതുകൊണ്ട് 60യുടെ ഓപ്പോസിറ്റ് നമുക്കറിയാം എന്താണ്, 3√3 ആണ്. അപ്പോൾ ഈ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് കിട്ടി, എത്രയാണ്, 3√3 എന്ന് കിട്ടി. ഇനി നമുക്ക് സിയുടെ കോർഡിനേറ്റ്സ് എഴുതാലോ. ഇവിടുന്ന് ഇങ്ങോട്ട് 3 ആണ് ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ ഇവിടെ 1ൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. എയുടെ കോർഡിനേറ്റ് 1, 1 ആയതുകൊണ്ട് 1ൽ നിന്ന് 3 ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറണം. അപ്പോൾ നമുക്ക് ഈ പോയിന്റിലേക്ക് വരുന്ന, ഇവിടുന്ന് വരുന്ന എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ 1ൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ കിട്ടുന്നതാണ്. അതായത് 1 + 3 എന്ന് പറഞ്ഞാൽ 4 ആണ് ആ സിയുടെ എക്സ് കോർഡിനേറ്റ് വരിക. വൈ കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുവച്ചിട്ടുണ്ട്, ഈ ഓൾട്ടിറ്റ്യൂഡ് കണ്ടിട്ടുണ്ട്. എത്രയാണ്, 3√3 ആണ്. അത് തന്നെയാണ് നമ്മളിവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എഴുതേണ്ടത്. 3√3 എഴുതിയാൽ പോരാ, ഇവിടെ നമുക്കറിയാം ഈ ലെങ്ത്ത് 3√3 കിട്ടി അല്ലേ. പക്ഷേ ഇത് കുറച്ച് ഈ ലൈനിലല്ല ഉള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്ററും കൂടെ ഉണ്ട്, 1 യൂണിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ 1ഉം കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഹൈറ്റാണ്. അതായത് 1 + 3√3 ആയിരിക്കും സിയുടെ വൈ കോർഡിനേറ്റ് വരിക. അപ്പോൾ സിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിയത് 4, 1 + 3√3 എന്ന് കിട്ടി. ഇനി നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല ½ ആണ്. അപ്പോൾ ½ ഇൻറ്റു ബി എന്ന് പറയുന്നത് ഇവിടെ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് 6 ആയതുകൊണ്ട് 6 ഇൻറ്റു h നമുക്ക് ഇവിടെ കിട്ടിയത് 3√3 ആണ്. അതവിടെ കൊടുക്കുക. 2 6ൽ 3 ടൈംസ് പോവും. അപ്പോൾ ആൻസർ വരുന്നത് 9√3 cm², അല്ലെങ്കിൽ 9√3 യൂണിറ്റ്സ് ആണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ABCD ഈസ് എ പാരലോഗ്രാം. ഇഫ് A11, B42, C67, then write the difference between x coordinates of A and B. Write the difference between y coordinates of A and B. Write the coordinates of D. അതായത് ഈ പാരലോഗ്രത്തിൻ്റെ 4th വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ സ്ലോപ്പ് എന്നുള്ള ചാപ്റ്ററിൽ, അത് ജോമെട്രി ആൻഡ് ആൾജിബ്രയിലെ ഫസ്റ്റ് ഭാഗത്ത് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം എക്സ് ഡിഫറൻസും വൈ ഡിഫറൻസും കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ ഡ്രോ ചെയ്തിട്ട് ഇങ്ങോട്ടും ഡ്രോ ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് എക്സ് ഇവിടെ 1, ഇവിടെ 4 ആണ്. അപ്പോൾ 4 - 1 ചെയ്യാം. 4 - 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് ഈ വൈ ഡിഫറൻസ് കിട്ടുന്നത് 3 ആണ്. 1ഉം 4ഉം കൂടിയുള്ള ഡിഫറൻസ് 3 വരും. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വൈ ഡിഫറൻസ് നോക്കുക. ഇവിടെ വൈ 1ഉം ഇവിടെ 2 ആണ്. അപ്പോൾ നമുക്ക് ഈ ഡിഫറൻസ് കിട്ടുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 3ഉം ഇത് 1ഉം ആണ്. ആ ഡിഫറൻസ് തന്നെയാണ് നമുക്ക് ഈ ഭാഗത്തും വരിക. അപ്പോൾ നമുക്കറിയാം D എന്ന് പറയുന്നത് താഴ്ഭാഗത്തേക്ക്, അതായത് താഴത്തായിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ മുകളിലാണെങ്കിൽ ആഡ് ചെയ്യുകയും താഴെയാണെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് 6 ആയതുകൊണ്ട് 6ൽ നിന്ന് ഈ 3 സബ്ട്രാക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ 6 - 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ആണ്. അപ്പോൾ ഡിയുടെ എക്സ് കോർഡിനേറ്റ് നമുക്ക് കിട്ടുക 3 ആണ്. ഇനി വൈ കോർഡിനേറ്റും അതേപോലെ തന്നെ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ 2 ആണുള്ളത്. ഈ ഡിഫറൻസ് നമുക്ക് കിട്ടിയത് 1 ആണ് അല്ലേ. 2 - 1
1 ആണ്. അപ്പോൾ ആ 1 നമ്മൾ ഈ 2ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ 2ൽ നിന്ന് 1 സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡിയുടെ കോർഡിനേറ്റ്സ് കിട്ടുന്നത് 3, 1 ആണ്. ഇനി നമുക്ക് ഈ 13th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിൻറ്റ്സ് 2, 7 and 6, 4? B question, write the equation of this line. C question, if xy is a point on this line, then prove that x minus 4, y plus 4 is also a point on the same line. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കാണാനുള്ള ക്വസ്റ്റ്യൻ സ്ലോപ്പ് കാണാനാണ് അല്ലേ. അപ്പോൾ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല ആദ്യം നമ്മൾ എഴുതി വയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ലൈൻ എ ബി ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. സ്ലോപ്പ് എന്ന് പറയുന്നത് ചെരിവാണ് കേട്ടോ. ഒരു വരയുടെ ചെരിവ് എന്ന് പറയുന്നത് കാണുന്നതിനുള്ള ഫോർമുലയാണ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ നമുക്കിവിടെ 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സ്ലോപ്പ് കാണാം. ഇവിടെ ഇത് x1 y1, ഇത് x2 y2 ആണ്. അപ്പോൾ y2 എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. അപ്പോൾ 4 മൈനസ് 7 ഡിവൈഡഡ് ബൈ 6 മൈനസ് 2. 4 മൈനസ് 7 നമുക്ക് വരുന്നത് -3 ആണ്. 6 മൈനസ് 2 വരുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ സ്ലോപ്പ് എന്ന് പറയുന്നത് -3/4 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഇക്വേഷൻ കാണാനാണ്. ഇക്വേഷൻ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വീണ്ടും സ്ലോപ്പിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് വേണം. ഈ 2 പോയിൻറ്റ്സിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുക. ഏത് വേണമെങ്കിലും എടുക്കാം. ഒന്നിൽ 2, 7 എടുക്കാം, അല്ലെങ്കിൽ 6, 4 എടുക്കാം. അപ്പോൾ 2, 7 എടുക്കുകയാണെങ്കിൽ അടുത്ത പോയിൻ്റ് നമ്മൾ എടുക്കേണ്ടത് XY ആണ്. ഇക്വേഷൻ കാണുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് വീണ്ടും സ്ലോപ്പിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്ലോപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സ്ലോപ്പ് കിട്ടിയത് -3/4 ആണ്. അപ്പോൾ സ്ലോപ്പ് കാണാൻ നമ്മൾ ചെയ്യുന്നത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. അപ്പോൾ y മൈനസ് 7 ഡിവൈഡഡ് ബൈ x മൈനസ് 2 ഈക്വൽ ടു -3/4. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ആദ്യം എഴുതാം. എങ്ങനെ വെച്ചാൽ അതുപോലെ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു ബ്രാക്കറ്റിൽ y മൈനസ് 7 എഴുതി. y മൈനസ് 7 ഈക്വൽ ടു ഇവിടെ -3 ഉണ്ട്, ബ്രാക്കറ്റിൽ x മൈനസ് 2 എന്ന് എഴുതി. ഇനി നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. അപ്പോൾ 4y മൈനസ് 7 ഇൻറ്റു 4 28 ഈക്വൽ ടു -3 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ -3x. ഈ മൈനസും കൂടെ ഇവിടെ പ്ലസ് ആവും. അപ്പോൾ 6 വരും. ഇനി നമുക്ക് ഈ ഈക്വലിൻ്റെ ഇപ്പുറത്തുള്ള ഇത് മുഴുവൻ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 4y മൈനസ് 28 അതുപോലെ എഴുതി. ഈ -3x ഇങ്ങോട്ട് വരുമ്പോൾ +3x ആവും. +6 ഇങ്ങോട്ട് വരുമ്പോൾ -6 ഈക്വൽ ടു 0. ഇനി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 3x ആദ്യം എഴുതി, ഇവിടെ +4y ഉണ്ട് അത് എഴുതി. ഇനി ഇവിടെ -28ഉം -6ഉമാണുള്ളത്. അപ്പോൾ അത് രണ്ടും സെയിം സൈൻ ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 34 വരിക, -34 വരിക. കാരണം ഇത് രണ്ടും മൈനസ് സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട് അതേ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ -34 ഈക്വൽ ടു 0. ഇതാണ് ഈ ലൈനിൻ്റെ ഇക്വേഷൻ. ഇനി സി പറയുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. അതായത് x - 4 y + 3
ഈ പോയിൻ്റ് ഈ ലൈനിലത്തെ ഒരു പോയിൻ്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷനിൽ ഇത് എക്സിൻ്റെ സ്ഥാനത്ത് വരുന്ന വാല്യൂവും ഇത് വൈയുടെ വാല്യൂ ആണ്. അപ്പോൾ ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 ഇൻറ്റു ഈ എക്സിന് പകരം x-4 എന്ന് എഴുതുക, പ്ലസ് 4 ഇൻറ്റു വൈക്ക് പകരം y+3 എന്ന് എഴുതുക, -34 ഈക്വൽ ടു 0. ഇനി നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. അപ്പോൾ 3x - 12 പ്ലസ് 4y പ്ലസ് 12 -34 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3x ഇവിടെ പ്ലസ് 4y ഉണ്ട്. ഈ -12ഉം ഈ +12ഉം ക്യാൻസലായി പോവും. ബാക്കി വരുന്നത് അവിടെ -34 ആണ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴും നമുക്ക് ഇക്വേഷൻ കിട്ടിയത് എന്താണ്? 3x + 4y - 34 ഈക്വൽ ടു 0 ആണ്. ഇതുതന്നെയാണ് ഈ ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴും ഈ ഇക്വേഷൻ കിട്ടിയത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് x - 4 y + 3 ഈസ് എ point on this line.